വളയംകുളം ഉപവാസ സത്യാഗ്രഹം മദ്യം മയക്കുമരുന്ന് വിരുദ്ധ നിലപാട് ശക്തമാക്കണമെന്ന് ബിഷപ്പ് മാർ ജോഷ്വ. കേരളത്തിൽ വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും മദ്യശാലകൾക്കുമെതിരെ ജനങ്ങളിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകണമെന്ന് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി ചെയർമാൻ ബിഷപ്പ് മാർ ജോഷ്വ ഇഗ്നാത്യസ് ആവശ്യപ്പെട്ടു. ജനാരോഗ്യ പ്രസ്ഥാനം വളയംകുളത്ത് ബുധനാഴ്ച സംഘടിപ്പിച്ച ഉപവാസ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. മദ്യത്തിലും മയക്കുമരുന്നും തകർന്നടിയുന്ന കേരളത്തിൽ സർക്കാർ ഒരു വിവരിക്കൂടെ തുടങ്ങാൻ പോകുന്നതിനെതിരെ സമൂഹ മനസാക്ഷി ഉണർത്താനാണ് ജനാരോഗ്യ പ്രസ്ഥാനം ഉപവാസ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. സ്വാഗത സംഘം ചെയർമാൻ പി യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു. എലപ്പുള്ളിയിൽ തുടങ്ങാൻ പോകുന്ന ബ്രുവറി പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന മദ്യനിരോധന അധികാരം പുനഃസ്ഥാപിക്കണമെന്നും മയക്കുമരുന്ന് വിരുദ്ധ നിയമം കൂടുതൽ കർശനമാക്കണമെന്നും സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി, ഇയാഞ്ചേരി കുഞ്ഞികൃഷ്ണൻ, ജോസഫ് എം പുതുശ്ശേരി, അഡ്വക്കേറ്റ് സുജാത വർമ്മ, KP നൌഷദ് അലി, കുഞ്ഞിക്കോമു മാസ്റ്റർ, KV സുഗതൻ, ക്യാപ്റ്റൻ അഹമ്മദ് കോയ, സിദ്ദിഖ് മാവുലി അയിലക്കാട്, ഡോക്ടർ ജോൺ ജോസഫ്, അഷ്റഫ് കോക്കൂർ, അഡ്വക്കേറ്റ് KV മുഹമ്മദ്, ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ, വാസു അടാട്ട്, നൌഫൽ സഅദി, PP ഖാലിദ്, KV സഹിർ ഷാ, ഖദീജ നർക്കിസ്, സുബൈർ ചങ്ങനംകുളം, PG ശശിധരൻ പിള്ള, CM യൂസഫ്, ഡോക്ടർ ജോസ് മാത്യു, നഹീം ഇസ്നാനുൽ ഹക്കീം, ഡോക്ടർ അബ്ദുൽ ഹസീദ് മദനി, അബ്ദുൽ ലത്തീഫ് കാടഞ്ചേരി, K അബ്ദുൽ ഹമീദ്, TV മുഹമ്മദ് അബ്ദുറഹ്മാൻ, താഹിർ ഇസ്മായിൽ, K അനസ്, മുജീബ് കോക്കൂർ, കൃഷ്ണൻ നായർ, സലീം കോക്കൂർ, അബ്ദുള്ള കുട്ടി എന്നിവർ പ്രസംഗിച്ചു.